الحمد لله رب العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരാണ്. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ക്രമീകരിച്ച് തഖ്വയോടുകൂടി തുടർന്നുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിലും കണിഷ്ഠതയിലും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ശരീഅത്ത് അത് മുന്നോട്ട് വെക്കുന്ന വിധിവിലക്കുകളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ആമുഖമായി ആ വിഷയത്തിൽ നമ്മൾ കേട്ട, നമുക്കേവർക്കും നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള അതിലെ അള്ളാഹുവിനെ കരുതി നമ്മൾ പുലർത്തേണ്ടുന്ന സൂക്ഷ്മത, നമ്മളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ആത്മവിശ്വാസം, സമ്പത്ത് കൈയഴിച്ച് അതല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ട് ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോഴും അതിനെക്കുറിച്ച് ബോധിപ്പിക്കാനുള്ള ഉത്തരത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം, ഇതിനൊക്കെയായിരുന്നു അതല്ലെങ്കിൽ അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ 3 ഖുത്ബകളിൽ നമ്മൾ ചില സംഗതികൾ സൂചിപ്പിച്ചത്. ഇനി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ, അതിൽ പ്രത്യേകിച്ചും ഈ നിയമങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിയമങ്ങൾ വിധിവിലക്കുകളുടെ രൂപത്തിൽ മനുഷ്യർക്കായി സംവിധാനിച്ചതിന് പിന്നിലുള്ള യുക്തി എന്താണ്, കാരണം എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എങ്ങനെയാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലൊന്നാമതായി ഇസ്ലാമിക ശരീഅത്തിലെ സാമ്പത്തിക തത്വം നമ്മളോട് പറയുന്നത്, അള്ളാഹു
മൗലികമായി നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത, അതായത് മനുഷ്യർക്ക് അള്ളാഹു ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ, അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ പ്രയോജനകരമായ സംഗതികളുടെയും പൊതുതത്വം എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിനെ കുറിച്ച് പൊതുവിലൊരു ധാരണയുണ്ട്, ഇത് കുറേ ഹറാമുകൾ പഠിപ്പിച്ചു, കുറേ ഹറാമുകളുടെ ഒരു കെട്ട് അത് മുന്നിലുള്ളത് കൊണ്ട് ഹലാലുകൾ ഇങ്ങനെ കുറച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്ത് ഹലാൽ എന്ന് പറയുകയല്ല ഖുർആനും ഹദീസും ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതൊക്കെ ഹലാൽ, ഇതൊക്കെ ഹലാൽ അങ്ങനെയല്ല പറഞ്ഞു. നേരെ മറിച്ച് ഇത് ഹറാം. ഭക്ഷണ വസ്തുക്കളുടെ ഒരു കൂട്ടം ആയിരക്കണക്കിന് ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, കോടാനുകോടി വൈവിധ്യങ്ങൾ അതുണ്ടാക്കുന്ന രുചിഭേദങ്ങളിലുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ പറഞ്ഞു, ആ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അതിലെ ഈ സ്വഭാവമുള്ള ഭക്ഷണം നിങ്ങൾക്ക് പറ്റില്ല. അതായത് ആയിരക്കണക്കായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഫലവർഗ്ഗങ്ങളായും പഴവർഗ്ഗങ്ങളായും മാംസങ്ങളായും മനുഷ്യർ തന്നെ അന്നജങ്ങളുടെ സ്രോതസ്സായി മനസ്സിലാക്കുന്ന മനുഷ്യരുടെ കൃഷിവിളകളായും ഒക്കെ ഈ ലോകത്ത് അള്ളാഹു പടച്ച മതാഅല്ലക്കും വലി അൻആമിക്കും, ഈ ലോകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ഭൂമിയിൽ അതൊക്കെ ഹലാലാണ്. അപ്പോൾ ഹറാമായ സംഗതികൾ വളരെ ചുരുക്കമാണ്. അത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിഷിദ്ധങ്ങളുടെ വൃത്തം വളരെ ചുരുങ്ങിയതായതുകൊണ്ട്, ഹലാലുകളുടെ വൃത്തം അത്രമേൽ വളരെ വിസ്തൃതമായതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ നിഷിദ്ധങ്ങളെ കരുതി അവരതിലൊരു സൂക്ഷ്മത പാലിക്കണമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വെറുതെ അങ്ങ് ഒഴിവാക്കി കളയാൻ പറയല്ല ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് പലിശ പാടില്ല എന്ന് പറഞ്ഞു. പലിശ പാടില്ല എന്ന് പറഞ്ഞാൽ പലിശ എന്നുള്ളത് കച്ചവടത്തിന് സമാനമാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു സൊസൈറ്റിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കച്ചവട രൂപങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ്. ഇപ്പോൾ ഒരാൾ ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അയാളുടെ ഒരു സാധനം വിൽക്കുന്നു, അയാൾ എത്ര പൈസക്ക് അത് വിൽക്കണം എന്നുള്ളതൊക്കെ അയാൾക്ക് തീരുമാനിക്കാം, എത്ര മാർജിനിൽ വിൽക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാം, എത്ര ലാഭം അയാൾക്കുള്ള ചെലവ് ചിലപ്പോൾ ഒരു സാധാരണ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരാളുടെ ചെലവായിരിക്കില്ല, ഒരുപാട് സ്റ്റാഫുള്ള ഒരാളുടെ ചെലവ്. അതല്ലെങ്കിൽ സാധാരണ ഒരു തുണി സീസണായിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളുടെ അതേ ചെലവായിരിക്കില്ല ഒരു സ്ഥിരമായ തൊഴിലായി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാൾക്കുണ്ടാവും. അപ്പോൾ അതിലെ ലാഭം അതെങ്ങനെ കൊടുക്കണം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ലാഭം എടുക്കാവൂ, 20% ഇതിലെടുക്കേണ്ട ലാഭം, ഇങ്ങനെയല്ല പഠിപ്പിച്ചുള്ളത്. മറിച്ച് മനുഷ്യരെ സംബന്ധിച്ച് ഇതിലെ അടിസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് പഠിപ്പിക്കുകയും, ഇതിൻ്റെ വിശദമായി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മറ്റൊരു ഭാഗത്ത് വരുന്നതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ സുദീർഘമായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും അടിസ്ഥാനപരമായി മനുഷ്യരുടെ ഇടപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഇത് മനുഷ്യരിൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ചാണ്. പക്ഷെ അൽ അസ്ലു ഫിൽ ഇബാദ, ഇബാദത്തിന്റെ കാര്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അൽ ഹലുർ. ഇബാദത്തുകളുടെ കാര്യത്തിൽ അത് മനുഷ്യർക്ക് സ്വയം നിലക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇപ്പം ഈ ലോകത്തുണ്ടായ കച്ചവടങ്ങൾ, ഇടപാടുകൾ, മനുഷ്യർ തമ്മിലുള്ള പരസ്പരമുള്ള കൊള്ളക്കൊടുക്കുകൾ, ആദാനപ്രദാനങ്ങൾ, ഇതൊക്കെയും മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ മനുഷ്യർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യർക്ക് പൊതുവിൽ ഹറാമല്ലാത്ത കാര്യങ്ങളൊക്കെ ഹലാലാണ്. ഹറാമായത് ഇസ്ലാം പറയുന്നത് വരേക്കും ഈ ലോകത്തുള്ള എന്തൊക്കെ ഇന്ന വസ്തു വിൽക്കുന്നത്, അതിൽ ലാഭം എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും. പക്ഷേ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു, ഇബാദത്തിൽ കണ്ടുപിടുത്തം പറ്റൂല. അൽ അസ്ലു ഫിൽ ഇബാദത്തി അൽ ഹലുർ. അപ്പോൾ നിസ്കാരം നിങ്ങൾക്ക് സ്വയം നിലക്ക് നിസ്കാരം ഉണ്ടാക്കാൻ പറ്റൂല.
നിങ്ങൾക്ക് സ്വയം നിലക്കൊരു നോമ്പുണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണോ ഇബാദത്തിന്റെ യഥാർത്ഥ രൂപം, നമ്മൾ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാനേ പറ്റൂ. ഇതുപോലെയാണോ കച്ചവടം എന്ന് വെച്ചാൽ അല്ല. മനുഷ്യരുടെ ഇടപാടുകൾ അങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് ഇടപാടുകളുടെ കാര്യത്തിൽ ഇസ്ലാം ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഇബാദത്തുകളുടെ കാര്യത്തിൽ ഇസ്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇത് വ്യത്യാസം മനസ്സിലാക്കണം. അതായത് നമസ്കരിക്കുന്നതിന് ഒരാൾ സുബഹിക്ക് എഴുന്നേറ്റു, അയാൾക്ക് തോന്നി എന്തോന്നാലും വളരെ ബുദ്ധിമുട്ടി എഴുന്നേറ്റല്ലേ, നിസ്കാരം ഒരു 3 റക്അത്താക്കാം 4 റക്അത്താക്കാന്ന് അയാൾ അങ്ങോട്ട് സ്വയം തീരുമാനിച്ചാൽ സംഭവം 4 റക്അത്തായി 2 റക്അത്ത് കൂടിയെന്നൊക്കെ ഉള്ളൂ. പക്ഷെ അത് ഇസ്ലാമിലെ ഹറാമാണ്. കാരണം നമസ്കാരം എങ്ങനെയാണ്, നോമ്പ് എങ്ങനെയാണ്, ഹജ്ജ് എങ്ങനെയാണ്, റസൂൽ പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും, എങ്ങനെയാണോ ഞാൻ കാണിച്ചു തന്നത് അപ്രകാരം നിങ്ങൾ ഹജ്ജ് ചെയ്യും. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കൂ. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ അതിലുള്ള രീതി. എന്നാൽ മനുഷ്യരുടെ ഇടപാട് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത് പോലെയാണോ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇടപാടുകളുള്ളത്, നമ്മുടെ കച്ചവടങ്ങളുള്ളത്? അപ്പോൾ അതിലെ അടിസ്ഥാനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ അടിസ്ഥാന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ മനുഷ്യർ മുന്നോട്ട് പോകുന്ന കാലത്തിനനുസരിച്ച് മനുഷ്യരുടെ ബിസിനസ്സിൻ്റെ സെറ്റപ്പുകൾ മാറും, അതിൻ്റെ രീതികൾ മാറും, അതിൽ വ്യത്യസ്തമായ ശൈലികൾ അതിന് കൈവരും. ഇതൊക്കെയും ഇസ്ലാം, അതിൽ മൊത്തക്കച്ചവടവും ഹോൾസെയിലും സെമി ഹോൾസെയിലും ഒക്കെ അതിൽ വരും. അപ്പോൾ ഈ അടിസ്ഥാനങ്ങളെയും ഇസ്ലാം പറയുന്ന ഈ അനുവദനീയതകളെയും അതിൻ്റെ വിശാലമായൊരു വൃത്തത്തെയും നമ്മൾ കരുതണം. ഒരു മുസ്ലിം ആകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ആകേണ്ട അങ്ങോട്ട് കുടുങ്ങിയെന്നല്ല. ഇസ്ലാം വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഹറാമായി പഠിപ്പിക്കുന്നത് അതെന്തുകൊണ്ട് ഹറാമാകുന്നു, അതാണ് ഇതിലെ 3ാമത്തെ പോയിന്റ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. 2ാമത്തെ കാര്യം അത്തഹരീമു വത്തഹ്ലീലു ഹഖ്ഖുല്ലാഹി വഹ്ദഹു. ഒരു സംഗതി ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരം എന്നുള്ളത് അള്ളാഹുവിനുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന പണ്ഡിതൻ പറഞ്ഞു, കുറച്ച് ഗ്രൂപ്പുകാർ പറഞ്ഞു, ഇതൊന്നും അള്ളാഹ് പറഞ്ഞ ഒരു ഹറാമിന് എന്ത് ചെയ്യില്ല. നിങ്ങൾ ചെന്നൊരു ഫത്വ ചോദിച്ചൊരു പണ്ഡിതൻ അങ്ങോട്ട് പറഞ്ഞു തന്നു. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഹറാമും ഹലാലും ഇടകലർന്ന വിഷയങ്ങളിൽ ഫത്വ പറയാൻ പോലും മടിച്ചിരുന്നു എന്നാണ്. നമുക്ക് സലഫ് സ്വാലിഹുകളുടെ മഹിതമായ മാതൃകകൾ വായിച്ചെടുക്കുമ്പോൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, നമുക്ക് പറ്റിയൊരു വിധി അങ്ങോട്ട് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഫത്വ ചോദിക്കുക, അത് പ്രത്യേകിച്ചും ഹറാമിനോടടുത്തതാണെങ്കിൽ, ഹറാമിനോട് അടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വിട്ടുപോരുന്നതാണ് നല്ലത്. കാരണം ഹറാമിലേക്ക് പോവുക എന്നുള്ളത് ഒരു ഇടയൻ സ്വന്തം ആടിനെ മേയ്ക്കുന്നത് പോലെയാണെന്ന്. ഒരാട്ടിടയൻ, അയാൾക്ക് കുറച്ച് ആടുകളുണ്ട്. ആ ആട്ടിടയൻ അയാളുടെ ആടുകളെ തൊട്ടടുത്ത് അന്യൻ്റെ ഒരു പറമ്പിൻ്റെ സൈഡിൽ പോയിട്ട് അങ്ങോട്ട് മേച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആട് ചിലപ്പോൾ അപ്പുറത്തേക്ക് കിടക്കും, അതല്ലെങ്കിൽ ആട് അപ്പുറത്തേത് ചാടിക്കടിക്കും. അതുകൊണ്ട് കുറച്ച് ഇപ്പുറത്ത് നിർത്താൻ നല്ലത് എന്നാണ്. അലാ ഇന്ന ഹിമല്ലാഹി മഹാരിമ, അലാ ഇന്ന ഹിമല്ലാഹി മഹാരിമു, അള്ളാഹുവിൻ്റെ ഹിമ, ഹിമ എന്ന് പറഞ്ഞാൽ അതിർത്തി എന്നാണ്. അള്ളാഹു വെച്ചിട്ടുള്ള അതിർത്തി, അള്ളാഹു വെച്ചിട്ടുള്ള അതിരടയാളങ്ങൾ, സീമകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹറാമുകൾ. അള്ളാഹ് ഹറാമാക്കിയ ചില സംഗതികളുണ്ട്, അതിൻ്റെ അടുത്തേക്കേ പോകരുതെന്നാണ്. വലാ തഖ്റബു സിനാ എന്നാ പറയുന്നത്. വ്യഭിചാരത്തിൻ്റെ അടുത്തേക്കേ പോകരുതെന്നാ പറയുന്നത്. വലാ തസിനൂ എന്നല്ല, ആലോചിച്ച് നോക്കണം. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ. വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോയാൽ സംഭവിക്കുന്ന വെച്ചാൽ വ്യഭിചാരമാണ്. വ്യഭിചാരത്തിലേക്ക് പോയി വ്യഭിചരിക്കരുതേ നിങ്ങൾ എന്നല്ല, അത് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, വലാ തസിനൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വലാ തഖ്റബു സിനാ, ആ വഴിയിലേക്ക് നിങ്ങൾ പോയാൽ. അപ്പോൾ ചില ആളുകൾ പറയും, നമ്മളിപ്പോൾ സുഹൃത്തുക്കളാണല്ലോ, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഒറ്റക്ക് ഒരു റൂമിലുണ്ടായപ്പോൾ എന്താ പറ്റുക, ഞങ്ങൾ ആണും പെണ്ണും, ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഇസ്ലാം പറയും നിങ്ങൾ നിങ്ങളെ തെളിയിക്കേണ്ട സ്ഥലമൊന്നുമല്ല അത്. അതുകൊണ്ടാണ് ലാ യഖ്ലുവന്ന ഇംറഅത്തുൻ റജുലൻ റജുലൻ ബിംറഅത്തിൻ, ഒരാൾ മറ്റൊരാളും, ഒരു ആണും പെണ്ണും തനിച്ചാകരുത് എന്ന് പറയുന്നതിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ആണിനോടും പെണ്ണിനോടും എന്തോ 2 മനുഷ്യന്മാരോട് പ്രശ്നമുള്ളതുകൊണ്ടല്ല. വലാ തഖ്റബു സിന, സിനയുടെ ഏറ്റവും ചെറിയൊരു വാതിൽ, അതിൻ്റെ ആദ്യത്തെ തുടക്കം, അതല്ലെങ്കിൽ ആദ്യത്തെ പരിചയം, ഇതുപോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് നേരിട്ട് നമ്മുടെ വിഷയമല്ല, പക്ഷെ എങ്കിൽ പോലും ഇസ്ലാം എന്ത് വിലക്കുന്നുവോ അതിനു പിന്നിലുള്ളത് ഒരു യുക്തിയാണ്.
അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില യുക്തികളുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടുപിടിച്ച യുക്തികളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ യുക്തികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സർവ്വചരാചരങ്ങളുടെ പടച്ച തമ്പുരാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഇന്നത് ഹറാമാണെന്ന് പറയുമ്പോൾ, ഇനി നമ്മുടെ സാമ്പത്തിക മേഖലയിലേക്ക് അത് പലിശക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത്തഹ്ലീൽ വത്തഹ്രീം ഹഖ്ഖുല്ലാഹി വഹ്ദഹു, അള്ളാഹുവാണത് തീരുമാനിക്കുന്നത്. ഇത് നേരെ മറിച്ച് സംഭവിച്ചിരുന്നു. വേദക്കാർ സ്വയം നിലക്ക് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ കായിക വരുന്നത്, ഇങ്ങനെ ഒരു നിയമം വരുന്നത്. അതായത് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ നിരോധിച്ചിരുന്നു. പലിശ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? പലിശ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ സ്വന്തം നിലക്ക് പലിശയെ സ്വയം നിലക്ക് അങ്ങോട്ട് നിർവചിച്ചു. എന്നല്ല, ഈ ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ പലിശക്കാർ തന്നെ ഒരായി മാറി ചരിത്രത്തിൽ. വഅഖ്ദിഹിമുർ റിബ, വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തു നിസായിലെ 161 ആയത്തിൽ അള്ളാഹു പറയുന്നു, വഅഖ്ദിഹിമുർ റിബ വഖദ് നുഹു അൻ, അവർ വിലക്കപ്പെട്ടതായിരുന്നു പലിശയിൽ നിന്ന്. വഅക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നതിൽ നിന്നും അള്ളാഹു വരെ വിലക്കിയിരുന്നു. അപ്പൊ ഇതാണ് അവിടുത്തെ പ്രശ്നം. റിബ ചേർത്ത് പറയുന്നത്, പലിശ ചേർത്ത് പറയുന്നത്, പലിശ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കരുതുന്നത് എന്തോ നിങ്ങളുടെ ഫായിദാണ്, നിങ്ങൾക്ക് കിട്ടുന്ന എന്തോ ഒരു ഗുണമാണെന്ന്. പക്ഷേ അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ ഒരാളുടെ അന്യായമായ ഒരു പങ്ക് നിങ്ങളിൽ വന്നു ചേരുന്നു. ഇതാണ് പലിശ. ഒരാളുടെ അന്യായമായ ഒരു സ്വത്തിന്റെ ഒരു അംശം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിൽ നിങ്ങൾക്ക്, അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾക്ക് ജാഗ്രതയുണ്ടായേ പറ്റൂ. എന്നിട്ട് അതിനുശേഷം അള്ളാഹു ഉപയോഗിച്ച പദം വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ അലീമാ, കാഫിറുകളുടെ കൂട്ടത്തിലാണ് അതിനുശേഷം ഈ റിബയെ, പലിശയെ ചേർത്തുകൊണ്ട് പറയുന്നത്. നമ്മൾ ആരെങ്കിലും കാഫിർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ പറ്റുമോ? പക്ഷെ അള്ളാഹ് പറഞ്ഞേക്കും, നമ്മളെ നേരിട്ട് പറഞ്ഞേക്കല്ല. നിരോധിക്കപ്പെട്ട പലിശയെ സ്വയം നിലക്ക് അനുവദനീയമാക്കാൻ വേണ്ടി വേദക്കാർ നടത്തിയ കുടില ബുദ്ധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശിതമായി വിമർശിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് സൂറത്തു നിസായിൽ പറയാം. മൂന്നാമത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഫിൽ ഹലാലി മാ യുഗ്നി അനിൽ ഹറാം, ഹലാലാക്കി അള്ളാഹു വെച്ചതിൽ തന്നെ നിങ്ങൾക്ക് ഈ നിഷിദ്ധങ്ങളിലേക്കൊന്നും പോകേണ്ടത് ഇല്ലാത്ത വിധം ഈ ലോകത്ത് ഹലാലുകൾ തന്നെ മതി. അതായത് ഹറാമിലേക്കൊന്നും പോകാതെ തന്നെ മനുഷ്യർക്ക് ഹലാല് കൊണ്ട് ജീവിക്കാവുന്ന ഒരവസ്ഥ ദുനിയാവിൽ പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഹലാലും ഹറാം വെച്ച് മനുഷ്യനെ വെറുതെ പരീക്ഷിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഹലാൽ അനുസരിച്ച് ജീവിച്ചാൽ തന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ചിലർ പറയുമല്ലോ, ഹലാലൊക്കെ അനുസരിച്ച് എങ്ങനെ ജീവിക്കുക? അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീഅത്ത് ഈ ലോകത്ത് അന്ത്യനാൾ വരേക്കും നിലനിൽക്കുന്ന, ഈ ലോകത്തെ സർവ്വഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന ഒരു നിയമം പറയുമ്പോൾ, മനുഷ്യർക്ക് ഹലാലുകളുടെ വൃത്തം അത്രമേൽ വിശാലമാക്കി കൊടുക്കുമ്പോൾ ഹറാമിലേക്ക് പോകാതെ തന്നെ പറ്റും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഖുതുബയുടെ ആമുഖത്തിൽ ഓതിയ ആയത്ത് അതാണ്, സൂറത്തുൽ അറാഫിലെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമാണ്. ഏത്? മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും, അതിൻ്റെ മുകളിൽ നോക്കിയാലും താഴെ നോക്കിയാലും, ഉള്ളിൽ നോക്കിയാലും പുറത്ത് നോക്കിയാലും സ്വയം നിലക്ക് കേടായ സംഗതികളാണ് അള്ളാഹ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഈ ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളതേ വേണ്ട എന്ന് പറഞ്ഞത്. അവിടെയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുന്നത്. അദ്ദേഹം അത് വിശദീകരിച്ചിട്ട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രശ്നം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ഈ ജ്യോതിഷവും മറ്റു സംഗതി. പക്ഷെ അതേസമയം അള്ളാഹു ഇസ്തിഖാറത്ത് നടത്താൻ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹിനോട് നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശങ്ക, ഇത് ചെയ്യണോ ചെയ്യണ്ടേ, ഇത് നല്ലതാവോ, ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. ഈ ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഏതോ ഒരാൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ സമസൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് ജ്യോതിഷം വെക്കലല്ല വേണ്ടത്.
മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ചെറിയൊരു ഇലയനക്കം പോലും അറിയുന്ന പടച്ചവനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്ത്? നിങ്ങൾ ചോദിക്കണം ഇസ്തിഖാറത്ത്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക്, അള്ളാഹുവേ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന രണ്ടിലൊരു തീരുമാനിക്കപ്പെടുത്തേ പറ്റൂ. ആ തീരുമാനത്തിൽ ഒരു തീരുമാനം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി ഒരു നിസ്കാരം തന്നെയുണ്ട്, അങ്ങനെ ചോദിക്കാൻ ഒരു പ്രാർത്ഥന തന്നെയുണ്ട്. അപ്പോൾ ഇസ്ലാം ഒരു ഭാഗത്ത് നിങ്ങളുടെ ആശങ്കകൾ മനുഷ്യന്മാരുടെ അടുത്ത് ജ്യോതിഷം വിലക്കുമ്പോൾ, അതല്ലെങ്കിൽ ഗണിച്ചു പറയൽ വിലക്കുമ്പോൾ, ഇപ്പുറത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാനുള്ള വേറൊരു വഴി അല്ലാഹു തുറന്നിട്ടിരിക്കുന്നു. അതായത് ഇത് ഹറാമാണെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് വേറൊരു വഴി അല്ലാഹു അതിന് നിശ്ചയിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, നിങ്ങളോട് പലിശ പാടില്ലെന്ന് പറഞ്ഞു, പക്ഷേ കച്ചവടത്തിൻ്റെ എത്രയോ അനുവദനീയമായ രൂപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെച്ചു. പലിശ എന്ന് പറഞ്ഞാൽ നേരിട്ട് പൈസക്ക് പൈസ എന്നുള്ളത് ഈ ലോകത്തെ, അതല്ലെങ്കിൽ കാശ് എന്നുള്ളത്, പണത്തിൻ്റെ മൂല്യം എന്നുള്ളത് ഈ ലോകത്തെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. പക്ഷെ പണം തന്നെ അങ്ങോട്ട് വിൽക്കുക, 1000 റുപ്യ 1100 റുപ്യക്ക് വിൽക്കുക, ഇതാണല്ലോ പലിശ. നിങ്ങളുടെ ലാഭമോ നഷ്ടമോ, നിങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ നിങ്ങൾക്ക് 1000 റുപ്യ തന്നു, വൈകുന്നേരം ആകുമ്പോൾ 1100 റുപ്യ തരണം. ഈ ഒരു പണത്തെ പണം കൊണ്ട് ഡീല് ചെയ്യുക. മനുഷ്യരുടെ ഉപകാരങ്ങളോ മനുഷ്യർക്ക് സിദ്ധിച്ച കച്ചവട വസ്തുക്കളോ, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ്സാകുമ്പോൾ പ്രൊഡക്റ്റും സർവീസും ഒക്കെ ഉണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ടതൊന്നുമില്ലാതെ പൈസക്ക് വിൽക്കുക, കൊടുത്ത പൈസയേക്കാൾ കൂടുതൽ വാങ്ങിക്കുക, അതല്ലെങ്കിൽ ഒരു അവധി മാറുമ്പോഴേക്കും അതിൽ പൈസ കൂട്ടിച്ചോദിക്കുക. ഇസ്ലാം പറയുന്നു ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പുറത്താകട്ടെ അല്ലാഹു അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ശേഷം പറഞ്ഞു ഭാഗ്യക്കുറി, അതായത് ലോട്ടറി. ഇപ്പോൾ മലപ്പുറത്തൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സാധനമാണത് ലോട്ടറി. ഇവിടെ 71% കൗമ് നേരിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ലോട്ടറി കടകൾ ഇങ്ങനെ മനുഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കണം. ഇതൊക്കെ അറിയുന്ന കൂട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൂട്ടത്തിലൊരു ലോട്ടറി അടിക്കാൻ സാധ്യതയില്ലല്ലോ, അടിച്ചാലോ എന്നാണ് ആളുകൾ കരുതുന്നത്. അടിക്കാൻ ഒരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ കൂട്ടത്തിൽ എന്തോന്നാലും 700 റുപ്യക്ക് പണിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 200 റുപ്യക്ക് ലോട്ടറി എടുത്താൽ എന്തെങ്കിലും താൻ പണക്കാരനായാലോ എന്ന് കരുതുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു ഭാഗ്യക്കുറി പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം അനുവദനീയമായ കുതിരപ്പന്തയങ്ങൾ, മനുഷ്യരുടെ മത്സരങ്ങൾ, ഇതിനൊക്കെ ഇസ്ലാമിൽ അനുവദനീയമായ അമ്പെയ്ത്ത് മത്സരങ്ങൾ, അതുപോലെ തന്നെ കുതിരപ്പന്തയങ്ങൾ, ഒട്ടകപ്പന്തയങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്നെ മത്സരങ്ങൾ, അതായത് മനുഷ്യരുടെ മെറിറ്റ്. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർട്സും സ്പോർട്സും മത്സരങ്ങളൊന്നും ഇസ്ലാമിൽ ഇത് ഹലാലേ അല്ല എന്നാണോ? അല്ലല്ലോ, അതൊക്കെ ഇസ്ലാമിൽ ഹലാലാണ്. ലോട്ടറി നിഷിദ്ധമാക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൈസിർ, അതായത് മനുഷ്യരുടെ നിർഭാഗ്യ പരീക്ഷണങ്ങൾ കേവലം ഒരു തുകയുമായി ബന്ധപ്പെടുത്തി എല്ലാവരെയും മോഹിപ്പിച്ച് കടന്നു പോവുകയും ഒരാളിൽ മാത്രം അതിൻ്റെ തുക കേന്ദ്രീകരിക്കപ്പെടുകയും അതിൻ്റെ നടത്തിപ്പുകാർക്ക് അത് തന്നെ ഒരു വരുമാനമായി മാറുകയും ചെയ്യുന്നത് ഇസ്ലാം സമ്മതിക്കുന്നില്ല. കാരണം അതൊരു സമൂഹത്തിലെ വളരെ ചുരുങ്ങിയൊരു കൂട്ടർക്ക് നന്മയുണ്ടാക്കുന്ന പേരിൽ ഒരു സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊള്ളയടിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അല്ലാതെ ഇസ്ലാം നേരിട്ട് ഒരു സംഗതി നീ ലോട്ടറി വേണ്ട, അള്ളാഹ് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഇത് വേണ്ട, അതുകൊണ്ടല്ല. ഇപ്പുറത്ത് അള്ളാഹു ഹലാലാക്കിയ അതുമായി ബന്ധപ്പെട്ട അതിനോട് സമാനമായി എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ മനുഷ്യരെ ചൂഷണം ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഇസ്ലാം അനുവദനീയത കൊടുക്കുകയും ചെയ്തു. പുരുഷന്മാരോട് പട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, ഇല്ലേ? പട്ട് ഉപയോഗിക്കുന്നത് വിലക്കി. പട്ട് ഉപയോഗിക്കുന്നത് വിലക്കുമ്പോൾ നമുക്ക് തോന്നും പട്ടെന്താ ഇട്ടാലും. പക്ഷെ മനുഷ്യർക്ക് ബാക്കിയുള്ള എല്ലാ വസ്ത്രങ്ങളും അനുവദിച്ചു. അതായത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വെക്കുകയും ഹലാലിൻ്റെ വലിയ ഒരു ഡൈവേഴ്സിറ്റി, അതിൻ്റെ ഒരു വൈവിധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് വ്യഭിചാരത്തെ നിഷിദ്ധമാക്കി, മറുഭാഗത്ത് എന്ത് ചെയ്തു? ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ ഒരു അടുപ്പവും പാടില്ല എന്ന് പറയണോ ചെയ്തത്? അല്ല. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒന്നുകിൽ രണ്ടാലൊരു എക്സ്ട്രീമിസമാണ് ഇന്ന് ലോകത്തുള്ളത്. ഒന്നുകിൽ പറയുന്നു മനുഷ്യരെ അവരുടെ ആത്മീയമായ അനുഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന്, ആണും പെണ്ണും ഒരുമിച്ചാൽ അവരുടെ ശരീരകാമനകൾ, അവരുടെ ലൈംഗിക ആലോചനകൾ അവർക്ക് പ്രശ്നമാണ്. ഇസ്ലാം പറയുന്നു അല്ല, മനുഷ്യരിൽ ലൈംഗികാകർഷണം അന്തർലീനമായി കിടക്കുന്ന ഒരു സാധനമാണ്. ആണും പെണ്ണും തമ്മിൽ ആകർഷിക്കപ്പെടുകയും
അതല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ തുടർച്ചക്ക് അള്ളാഹു മനുഷ്യരിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വികാരമാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? അത് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന, അന്യ പുരുഷ സ്ത്രീ സംസർഗങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കല്ല, മറിച്ച് അതൊരു ഡീലാക്കൂ, അതൊരു കരാറാക്കൂ, അതൊരു അക്വദാക്കൂ. ഇസ്ലാമിൽ അതുകൊണ്ട് തന്നെ വിവാഹം ഒരു സിവിൽ കോൺട്രാക്റ്റാണ്. സിവിൽ കോൺട്രാക്റ്റാണ്. മീസാക്ക് മദനി എന്നാണ് അറബിയിൽ അതിനെക്കുറിച്ച് പറയുക. പരസ്പരം മനുഷ്യർ തമ്മിൽ, രണ്ട് മനുഷ്യർ ഒത്തുപോകാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. അതിനടിസ്ഥാനത്തിൽ നിങ്ങളുടെ ലൈംഗികാകർഷണം മാത്രമല്ല അവിടെ വരുന്നത്, അവിടെ ഉത്തരവാദിത്തം വരും, അവിടെ ചുമതല വരും. ആരാണ് പിറക്കാൻ പോകുന്ന കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള മൗലികമായ ചോദ്യങ്ങൾ വരും. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യം വരും. അതുപോലെ തന്നെ ചെലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അല്ലാത്തോടത്തൊക്കെ ഇന്ന് രാവിലെ പരിചയപ്പെട്ട് വൈകുന്നേരം ഒരുമിച്ച് താമസിച്ച് നാളെ പിരിഞ്ഞു പോവാ. ഇതിനെയാണ് പുതിയ കാലത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പുരോഗമനം അതാണെന്ന് പറയുന്നത്. അതാണോ പുരോഗമനം? മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു കൂട്ടർ, അതിൽ എല്ലായിടത്തും സ്ത്രീയാണ് ഇപ്പുറത്ത് അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കാൻ സാധ്യതയുള്ളത്. ഇന്ന് ലോകത്ത് കാണുന്ന സിംഗിൾ പാരന്റിങ്ങിൽ സിംഗിൾ പാരന്റായി തുടരുന്നത് യഥാർത്ഥത്തിൽ ആരായിരിക്കും? സ്ത്രീയായിരിക്കും. ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ച് വെവ്വേറെയാകേണ്ടി വന്നാൽ പലപ്പോഴും ലോകത്ത് 90% ഈ കുട്ടിയുടെ ബാധ്യത വന്നു ചേരാറില്ല, ഈ ഉമ്മയുടെ മേലാണ്. ചിലരൊക്കെ എനിക്ക് കുട്ടീനെ വേണമെന്ന് വിവാഹം കഴിച്ച് വിവാഹമോചനത്തിൻ്റെ സമയത്ത് കുറച്ച് ആവേശത്തിൽ പറയും, എൻ്റെ മക്കളെ വേണമെന്നുള്ള പറയുമെന്ന് ഒഴിച്ചാൽ ഇതിൻ്റെ ഭാരം, ഇതിൻ്റെ എല്ലാ സംഗതിയും പേറി ജീവിക്കേണ്ടി വരുന്നത് ഇപ്പുറത്തെ പെണ്ണായിരിക്കും. അപ്പോൾ ഈ ചൂഷണം ഒഴിവാക്കാൻ ഇതിൻ്റെ ഇപ്പുറത്തുള്ളൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമായ രീതിയിൽ നിക്കാഹിന് വെച്ചു. നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ, ഇപ്പോൾ പന്നിമാംസത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചത്തത്, അതല്ലെങ്കിൽ പരസ്പരം തല്ലിച്ചത്തത്, അതല്ലെങ്കിൽ വഴിയിൽ മരിച്ചു വീണത്, ഇതൊന്നും നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പുറത്ത് നിങ്ങൾക്ക് അറുത്തു ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. ഇതാണല്ലോ ഇപ്പോൾ ഈ ഹലാൽ ജിഹാദും മറ്റ് ജിഹാദുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിങ്ങൾ കഴിക്കരുത്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അതിലൊരു ഗുണമുണ്ട്. ലോട്ടറി നിരോധിച്ചതിന് പിന്നിൽ, വ്യഭിചാരം നിരോധിച്ചതിന് പിന്നിൽ, അതുപോലെ തന്നെ മനുഷ്യർ തങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണോ ഇസ്ലാം നിരോധിച്ചതെന്ന് അയാൾ കരുതി ഇസ്ലാമിൽ മുഴുവൻ വിലക്കേ ഉള്ളൂ എന്നല്ല. ഇസ്ലാമിൽ ഇത് വിലക്കുക വഴി മനുഷ്യ നന്മയാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇസ്ലാമിന് അടുത്തറിയുന്നവരെങ്കിലും മനസ്സിലാക്കണം. മറ്റുള്ളവരോട് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുക, ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എന്തുകൊണ്ട് ഇത് മദ്യം എന്തുകൊണ്ട് പ്രശ്നം? ചില ആളുകൾ പറഞ്ഞു അതിൽ ഗുണമില്ലേ? വിശുദ്ധ ഖുർആനും പറഞ്ഞു ഗുണമുണ്ട്. ഗുണമില്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് വേറെ സംഗതി. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിൻ്റെ ഗുണത്തേക്കാൾ സമൂഹത്തിന്, വ്യക്തിക്ക് അതിൻ്റെ ദോഷം അതിനെ മുൻകടക്കും. അതുകൊണ്ട് തന്നെ അത് പാടില്ല. അതുകൊണ്ട് തന്നെ ഫജ്തനിബൂ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കൂ. അപ്പൊ ഈ കാരണങ്ങൾ അല്ലാഹു പറയുന്നു. കുറച്ചിങ്ങനെ 1, 2, 3 എന്നിങ്ങനെ എണ്ണി പറയുക മാത്രമല്ല, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, ഫവാഹിഷായ കാര്യങ്ങൾ, മാ ലഹറ മിൻഹാ വമാ ബത്വൻ. പന്നിമാംസം നിരോധിക്കപ്പെടുന്ന കാലത്ത് അതിന് പിന്നിലുള്ള ശാസ്ത്രീയ യുക്തികളൊന്നും അറിയില്ല. പക്ഷെ അല്ലാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സ്വീകരിക്കണം. ഇന്നിപ്പോൾ അതിന് പല കാരണങ്ങളും, കുറേ വിഷബീജങ്ങളെക്കുറിച്ച് മറ്റൊക്കെയുള്ള കുറേ പഠനങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കുന്നതിന് പിന്നുള്ള യുക്തിയായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റ് വിശദാംശങ്ങൾ അടുത്ത ഖുതുബകളിൽ നമുക്ക് പറയാം. അതായത് സാമ്പത്തിക രംഗം മാത്രമല്ല, പക്ഷെ സാമ്പത്തിക രംഗത്തേക്ക് വരുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുത്തി, അതല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണവുമായി ബന്ധപ്പെടുത്തി, അനിശ്ചിതത്വവുമായി ബന്ധപ്പെടുത്തി, മറ്റുള്ളവരുടെ സ്വത്ത് നമ്മളിലേക്ക് വരുന്ന വഞ്ചനയുമായി ബന്ധപ്പെടുത്തി ഒക്കെയും ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ മാർഗരേഖകളെ മറികടക്കുന്ന സ്ഥലത്താണ് ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ കച്ചവടങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ പണയങ്ങളിൽ, നിങ്ങളുടെ കടം വാങ്ങലുകളിൽ ഒക്കെയും നിഷ്കർഷിക്കപ്പെടേണ്ടുന്ന, നിങ്ങൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് എന്ന്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ,
ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി, തുറവി നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വ ഇമാ അല്ലാഹ് ഊസീകും വയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم انصر المجاهدين في أرض فلسطين. اللهم انصر إخواننا المستضعفين في أرض قطاع غزة. اللهم انصرهم بنصرك العزيز. اللهم انصرهم بنصرك العزيز. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم أقل نفوذهم. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين. قوموا للصلاة.